കലോത്സവ മേളം പൊടി പൊടിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്വർണ്ണക്കപ്പിൻ്റെ ഘോഷയാത്ര ഈ വഴി ഒരു അല്പസമയത്തിനകം തന്നെ ഈ വഴി കടന്നു പോകും. 117 പവൻ്റെ സ്വർണ്ണക്കപ്പും വഹിച്ചുകൊണ്ടുള്ള മഹാഘോഷയാത്രയാണ്. ആ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ഈ വീതിയിലൂടെ കടന്ന് ആശ്രാമം മൈതാനത്തേക്ക് എത്തും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോഴിക്കോട് നിന്നാണ് കപ്പ് വരുന്നത്. കഴിഞ്ഞ വർഷം ജേതാക്കളായ കോഴിക്കോട് നിന്നാണ് ആ കപ്പ് വരുന്നത്. കപ്പ് മന്ത്രിമാരും അതുപോലെ തന്നെ പൗരപ്രമുഖരും ഒക്കെ ചേർന്ന് സ്വീകരിച്ച് ആശ്രാമം മൈതാനിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഈ കപ്പ് പ്രദർശിപ്പിച്ച ശേഷം ട്രഷറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായെന്നല്ല, മുഴുവൻ പൂർത്തിയായി എന്ന് വേണം പറയാൻ. കൊല്ലം കലോത്സവത്തിൻ്റെ ആവേശത്തിൽ തന്നെ ആയിക്കഴിഞ്ഞു. LK അല്ല, പിന്നെ ഒരു കാര്യം കിട്ടി. ഇപ്പോൾ നമ്മൾ സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാടായി എന്ന് എനിക്കറിയാം. എന്നാൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു വേഷമൊക്കെ ഇട്ട് കലോത്സവത്തിൻ്റെ ഭാഗമായി സ്റ്റേജിൽ കയറണം, കപ്പടിക്കണം എന്നൊരു മോഹമൊക്കെ തോന്നിയോ? അതെ, എനിക്കും ആ മോഹമുണ്ട്. പണ്ട് കലോത്സവത്തിൻ്റെ വേദികളിൽ ഓടി നടന്ന് മത്സരിച്ച ആ ഒരു കാലമൊക്കെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നാളെ ഇനി മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ആവേശം, വലിയ ആവേശം തന്നെയായിരിക്കും. എനിക്കും ഒരു നൃത്തച്ചൂടൊക്കെ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് LK ഇതൊക്കെ കാണുമ്പോൾ. ഓവറാക്കണ്ട. എന്തായാലും നമ്മൾ നമ്മുടെ ഉദ്ദേശം അതല്ല, വഴിയേറ്റി പോരുത്. നമ്മൾ മത്സരിക്കാൻ പോയതല്ല, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. കലവറയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. എങ്ങനെയുണ്ട് പഴയടത്തിൻ്റെ പായസം? അതെ, പഴയടത്തിൻ്റെ പായസം സൂപ്പറായിരുന്നു. ഇന്ന് കലവറയിൽ പാലുകാച്ചൽ ചടങ്ങായിരുന്നു. പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞ് അവിടെ പ്രഥമനുണ്ടായിരുന്നു. പഴയടം സ്പെഷ്യൽ പ്രഥമൻ എന്ന് വേണം നമുക്ക് പറയാൻ. അത്രയും എന്താ പറയുക, ഇപ്പോഴും ആ ടേസ്റ്റ് നാവിന്ന് പോകുന്നില്ല. LKക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതൊക്കെ. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. പോട്ടെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ കലോത്സവം മുഴുവൻ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ആവേശം ഒട്ടും ചോരാണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അഭിരാമിക്കും ടീമിനുമാണ്.